അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കുമാറാവട്ടെ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്. അവരുടെ പ്രയാസവും പ്രശ്നവുമൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് എല്ലാം ഹൈറിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒടുങ്ങാക്കാട് മക്കാമിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സഹിക്കുന്ന വേദനകൾ, മാനസികമായിട്ടുള്ള ടെൻഷൻ, ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വരിക, എന്തോ വിഷമം മനസ്സിൽ, അങ്ങനെയുള്ളൊക്കെ കാര്യത്തിന് ഈ പള്ളിയിലേക്ക് ഈ പറയുന്നത് പോലെയുള്ള ഫാത്തിഹ, യാസീൻ, സ്വലാത്ത്, ഈ ഒരു എണ്ണം നിങ്ങൾ 41 ദിവസം തുടർച്ചയായിട്ട് മനസ്സിൽ നേർച്ച വെച്ചിട്ട് ചൊല്ലിക്കോളി. ഫാത്തിഹ 11 എണ്ണം, അതുപോലെ യാസീൻ 1, സ്വലാത്ത് 11. ഈ ഒരു രീതിയിൽ 41 ദിവസം തുടർച്ചയായിട്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തീരാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല, ഒരുപാട് പ്രയാസമാണ്, അങ്ങനെയൊക്കെ മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കുക. മക്കളാലുള്ള പ്രശ്നം, മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല, വാശിയാണ്, ദേഷ്യമാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഫാത്തിഹ 11 എണ്ണം, യാസീൻ 1, സ്വലാത്ത് 11, ഈ ഒരു രീതിയിൽ ഞാൻ 41 ദിവസം നേർച്ചയാക്കി ഓതുന്നു. എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീർത്തു തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് നല്ല തഖ്വയോടെ ഇഖ്ലാസോട് കൂടിയ മനസ്സോടെ നിങ്ങൾ നേർച്ചയാക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതി നോക്കി. തീർച്ചയായിട്ടും ഇതിന് ഫലം ഉണ്ട്, ഉറപ്പാണ്. അവിടേക്ക് പോയ സമയത്ത് മക്കാമിലുള്ള ഉസ്താദ് പറഞ്ഞു തന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ 41 ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ച് നിങ്ങൾ ഓതി നോക്കുമെന്ന്. അപ്പോൾ ഇത് ഓതുന്ന സമയത്ത് നമ്മൾ ഈ ഓതുമ്പോൾ ഈ ഫാത്തിഹ 11, യാസീൻ 1, സ്വലാത്ത് 11 ഈ ഒരു രീതിയിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണം, തവണകളായിട്ടല്ല. അതായത് ഫാത്തിഹ 11 എണ്ണം നിങ്ങൾ ഓതി കഴിഞ്ഞതിന് ശേഷം യാസീന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓതാ എന്ന് വെക്കുക, അങ്ങനെയല്ല. ഓതുന്ന സമയത്ത് വുളു എടുത്ത് വന്നുകൊണ്ട് ഫാത്തിഹ 11, യാസീൻ 1, സ്വലാത്ത് 11 ഇങ്ങനെ ഓതുക. ഇനി 41 ദിവസം നമുക്ക് തുടർച്ചയായിട്ട് ഓതാൻ പറ്റില്ല സ്ത്രീകൾക്ക്, അല്ലേ? അതിൻ്റെ ഇടയിൽ നമുക്ക് പീരീഡ്സിൻ്റെ ടൈം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എത്ര ദിവസമാണ് ഓതിയത്, അതായത് 10 ദിവസം ഇപ്പോൾ നിങ്ങൾ ഓതി, 11ാമത്തെ ദിവസമാണ് നിങ്ങൾ പീരീഡ്സ് ആയത്, എന്നാൽ 10 ദിവസം എന്നുള്ളത് 10 എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു അടയാളം ഇട്ട് കൊടുക്കുക, അല്ലേ? നിങ്ങൾ ഓർത്ത് വെക്കുക, 10 ദിവസം ഞാൻ ഓതിയിട്ടുണ്ട്, ബാക്കി എനിക്ക് 30 ദിവസവും 31 ദിവസം ഓതണമെന്ന് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അങ്ങനെ വെച്ചാൽ മതി. അപ്പം നമ്മൾ സ്ത്രീകളാണ്, നമുക്കതിൻ്റെ ഇടയിൽ 41 ദിവസം തുടർച്ചയായിട്ട് ഓതാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓതുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണം, തവണകളായിട്ടല്ല. ഫാത്തിഹ ഇനിയിപ്പോൾ ഫാത്തിഹ 11 എണ്ണം നിങ്ങൾ ഓതി, യാസീൻ 1 ഓതി, സ്വലാത്തല്ലേ ബാക്കി, സ്വലാത്ത് 11 എണ്ണം, അത് എപ്പോഴെങ്കിലും ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ചൊല്ലിയാൽ മതി, അങ്ങനെയല്ല പറയുന്നത്. ഒറ്റ ഇരുപ്പിൽ
ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണം. അതുപോലെ ആരോടും സംസാരിക്കാതെ ഓതാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിനൊക്കെ പ്രത്യേകം ഒരു പെട്ടെന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ഓതി നോക്കുക. മാനസികമായിട്ടുള്ള ടെൻഷന്, മക്കളാലുള്ള വിഷമം, ഭർത്താവിനാലുള്ള പ്രയാസം, ഭർത്താവിന് വേണ്ടാത്ത ചീത്ത കൂട്ടുകെട്ടാണ്, തതുവാ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഓരോരോ പ്രയാസമൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോയ സമയത്ത് അവിടുന്ന് മക്കാമിലുള്ള ഉസ്താദ് എൻ്റെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ സമയത്ത് അവിടുന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾ 41 ദിവസം തുടർച്ചയായിട്ട് ഓതി നോക്കൂ. നിങ്ങളുടെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട്, അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആ മാനസികമായിട്ടുള്ള എന്ത് ടെൻഷനാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഇതേ രൂപത്തിൽ 41 ദിവസം ഓതും, എൻ്റെ മനസ്സിലെ പ്രയാസം തീർത്തു തരാൻ, അങ്ങനെ ഒരു മനസ്സിലെ ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക. അതുപോലെ ഇത് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ഓതാൻ. അല്ലാതെ മനസ്സിൽ വേറൊരു മനസ്സായിട്ട് ഇത് ഓതിയാൽ ഇപ്പോൾ ഫലം കിട്ടുമോ, വെറുതെ ഓതുകയാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഇത് ഓതിയിട്ട് ഫലം കിട്ടില്ല. ഫസ്റ്റ് തന്നെ പറയാണ്, ഇത് അങ്ങനെയുള്ള മനസ്സോടെ നിങ്ങൾ ഓതിയാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള നിങ്ങളെ കാര്യം നടന്ന് കിട്ടില്ല. നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ഓതാൻ. ഞാൻ ഈ രൂപത്തിൽ ഓതിയിട്ട് എനിക്ക് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയ സമയത്ത് അവിടുന്ന് ഉസ്താദ് എനിക്ക് കുറിച്ച് തന്നതാണ്, എനിക്ക് എഴുതി തന്നതാണ് ഈ ഒരു രൂപം. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതിക്കോളി. പിന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രയാസവും പ്രശ്നവും മാനസികമായിട്ടുള്ള ഓരോ ടെൻഷൻ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതിയാൽ മതി 41 ദിവസമെന്ന്. അതുപോലെ തന്നെ ഞാൻ മടവൂർ ഉസ്താദിനും മക്കാമിനെ കുറിച്ചും പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒടുങ്ങാക്കാട് പള്ളീനെ കുറിച്ചിട്ടും പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തതാണ്. അപ്പം അത് എല്ലാവരിലേക്കും എത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി വീഡിയോ ചെയ്യുന്നത്. അതുപോലെ മടവൂർ മക്കാമിലേക്ക് നമ്മൾ ഫാത്തിഹ 21 ഫാത്തിഹ, 13 ഫാത്തിഹ, 3 യാസീൻ അങ്ങനെയൊക്കെ ഓതി നേർച്ച വെച്ചാൽ ഫലം കിട്ടും. ഫലം കിട്ടണമെങ്കിൽ നമുക്ക് ഇഖ്ലാസ് വേണം, മനസ്സിൽ തെക്കുവ വേണം. തെക്കുവയോട് വിശ്വാസമില്ലാതെ ചെയ്താൽ നമുക്ക് ഒരു പക്ഷേ ഫലം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോന് ഭയങ്കര മടിയായിരുന്നു സ്കൂളിൽ പോകാൻ, മദ്രസയിലേക്കൊക്കെ പോകാൻ. ഒരു സമയത്തേക്ക് ഞാൻ അവിടേക്ക് നേർച്ചയാക്കി, പട്ട് നേരാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി അവിടെ പോയി അവനെ കൊണ്ടുപോയി പട്ടൊക്കെ നേർച്ച ചേർന്ന് അൽഹംദുലില്ലാ അവൻ്റെ മടിയും കരച്ചിലും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഓരോ പ്രയാസങ്ങൾക്ക് പ്രതിഫലമാണ് അവിടെയൊക്കെ. ഇത് വേണം, തെക്കുവ വേണം, ഇഖ്ലാസ് വേണം, എന്നാലേ ഇതിനൊക്കെ ഫലം കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്തായിക്കോട്ടെ, നിങ്ങളെ പ്രയാസം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്, ആ ഒരു ടെൻഷൻ നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ പ്രയാസം, എൻ്റെ ഇന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഫാത്തിഹ 11 എണ്ണം, യാസീൻ 1, സ്വലാത്ത് 11 ഈ ഒരു രൂപത്തിൽ 41 ദിവസമായിട്ട് ഞാൻ നേർച്ചയാക്കി ഓതുന്നു. റബ്ബേ, എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ തീർത്തു തരണേ, എൻ്റെ പ്രയാസം തീർത്തു തരണേ. എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് മനസ്സിലുള്ളത്, മാനസികമായിട്ടുള്ള വിഷമം എന്താണ് എന്ന് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി തീർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. നല്ല ഇഖ്ലാസോട് കൂടി നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം. ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കണം. ഫാത്തിഹ 11, യാസീൻ 1, സ്വലാത്ത് 11 ഇതേ രൂപത്തിൽ ഉളു എടുത്തുകൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഓതണം. ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. ഈ ഓതുന്ന സമയത്ത് നമ്മളിപ്പോൾ ഖുർആൻ എടുത്ത് ഓതാന്ന് വിചാരിക്കുക. ഉളുവൊക്കെ എടുത്ത് വന്ന് നല്ല വൃത്തിയോടെ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതാൻ ഫാത്തിഹയൊക്കെ ഓതി തുടങ്ങുകയാണ്. അപ്പോഴേക്കും ആരെങ്കിലും വന്ന് സംസാരത്തിലേക്ക് ഏർപ്പെട്ടാൽ നമ്മുടെ മനസ്സ് മാറി അല്ലേ. നമ്മൾ നല്ല മനസ്സോടെ അങ്ങോട്ടേക്ക് മനസ്സിൽ നിയ്യത്ത് വെച്ച് ഇങ്ങനെ ഓതിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ നമ്മുടെ ആ മനസ്സ് പെട്ടെന്ന് മാറും. അതുകൊണ്ടാണ് കഴിയുന്നതും ആരുമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതാൻ പറയുന്നത്. ഈ പറഞ്ഞ ഈ ദിവസം ഓതി തീർക്കുകയും വേണം, 41 ദിവസം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 41 ദിവസം നിങ്ങൾ ഓതി തീർത്ത് നിങ്ങളെ കാര്യം നടന്നു വെക്കുക. നിങ്ങൾ ആ കാര്യം അള്ളാഹു നടത്തി തന്നു. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് ഇതേ രൂപത്തിൽ തന്നെ ഇങ്ങനെ 41 ദിവസമായിട്ട് നിങ്ങൾക്ക് ഓതി തീർത്താൽ മതി. ഞാനങ്ങനെ 2-3 പ്രാവശ്യം ഇത് ഓതിയിട്ടുണ്ട്. ഇക്കാര്യം പറഞ്ഞതുപോലെ ഓതിയതാണ്, എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് മടവൂർ മക്കാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്.
ഞാൻ ചെയ്ത് നോക്കിയതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മടവൂര മക്കാമിനെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പറഞ്ഞതുപോലെ മാനസികമായിട്ട് പ്രയാസം കൊണ്ട് പോയതായിരുന്നു. അവിടുന്ന് പോരുന്ന സമയത്ത് സന്തോഷം, മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം, അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അവിടേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വഴികളൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിച്ചിട്ട് അങ്ങനെ പോയവർ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ഒടുങ്ങാക്കാട് മക്കാം. ഒടുങ്ങാക്കാട് മക്കാമിൽ ഞാൻ എപ്പോഴും ഒന്നും പോവാറില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമാണ് അങ്ങോട്ട്. വയനാട് പോകുന്ന സമയത്ത് റോഡിൻ്റെ അരികിൽ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇറങ്ങിയിട്ട് സിയാറത്തൊക്കെ ചെയ്ത് യാസീനും ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങി പോവാറുള്ളത്. അപ്പം പോകാൻ ആഗ്രഹമുള്ളവർ വയനാട്ടിലേക്ക് പോകുന്ന താമരശ്ശേരി ചുരം താഴെയാണത്. പോകുന്നവർക്ക് കാണാൻ കഴിയും. വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇനി ആരോട് ചോദിച്ചാലും അറിയാം. താമരശ്ശേരിയൊക്കെ കഴിഞ്ഞിട്ട് ആരോടായാലും ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. എല്ലാവർക്കും അറിയാവുന്ന ഒരു മക്കാമ് തന്നെയാണ്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളും ഓതി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും. ഓതേണ്ട രീതി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഫാത്തിഹ 11 എണ്ണമാണ് കേട്ടോ. ഫാത്തിഹ 11, അത് കഴിഞ്ഞിട്ട് യാസീൻ 1, സ്വലാത്ത് 11. ഈ രൂപത്തിലാണ് ഓതേണ്ടത്. ഈ രൂപത്തിൽ ഓതിയിട്ട് 41 ദിവസം നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം, ഭർത്താവിനാലുള്ള പ്രയാസം, ഭർത്താവിൻ്റെ ചീത്ത കൂട്ടുകെട്ട് മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം അങ്ങനെയൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. അപ്പം ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും പിന്മാറി നിൽക്കാനുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ട് ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഈ ഒരു രൂപത്തിൽ ഞാൻ ഫാത്തിഹ 11, യാസീൻ 1, സ്വലാത്ത് 11 ഈ ഒരു രൂപത്തിൽ ഞാൻ 41 ദിവസം ഓതാൻ വേണ്ടി നേർച്ച വെക്കുന്നു. അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് എന്ത് കാര്യമായിക്കോട്ടെ ഹലാലായിട്ടുള്ള കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഹറാമായിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അല്ലേ. അപ്പോൾ ഹറാമായിട്ടുള്ള കാര്യമല്ലാതെ ഹലാലായിട്ടുള്ള കാര്യത്തിന് മാത്രം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. അവിടേക്ക് പോവാൻ കഴിയില്ലല്ലോ അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട. വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ അവിടത്തേക്ക് നമ്മൾ വിളിച്ചാൽ ഉത്തരം നൽകും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഫാത്തിഹ 11 എണ്ണമാണ്, യാസീൻ 1, സ്വലാത്ത് 11 ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ഓതേണ്ടത്. നിങ്ങളുടെ എന്ത് പ്രയാസവും പ്രശ്നവും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ തീർന്നു കിട്ടുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാകും, ഓരോരുത്തരുടെ അനുഭവം. അത്രക്കും ആൾക്കാരാണ് അവിടെയൊക്കെ, ഇഷ്ടം പോണ ആൾക്കാർ. ഞങ്ങളൊക്കെ പോയ സമയത്ത് അവിടേക്ക് വുളു എടുക്കാനൊന്നും അടുക്കാൻ കഴിയില്ല, അത്രക്കും തിരക്കാണ് അവിടെ. അപ്പം എല്ലാവർക്കും ഓരോരുത്തർക്ക് ഫലം കിട്ടിയിട്ട് തന്നെയാണല്ലോ ഇത്രയും ആൾക്കാർ അവിടേക്ക് വരുന്നത്. ഒരുപാട് നേർച്ച കൊണ്ടുവരികയാണ്. ഓരോ കാര്യങ്ങൾക്ക് ഓരോരോ നേർച്ച വെച്ചിട്ട് പണം കൊടുക്കാൻ നേർച്ച വെക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പട്ട് നേരാനുണ്ട് അവിടെ, യാറം മൂടാൻ തുണി യാറം മൂടുക, അങ്ങനെയൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ യാറം മൂടിയൊക്കെ പോകുന്നുണ്ട്. അവരുടെയൊക്കെ പ്രയാസവും പ്രശ്നവും ഒക്കെ റാഹത്തായിട്ടാണ്. നമുക്ക് മാനസികമായിട്ടുള്ള ഓരോ ടെൻഷൻ വരുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ തീരുമ്പോഴാണല്ലോ പിന്നെ വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള മനസ്സുണ്ടാവുക. അപ്പോൾ മടവൂര മക്കാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് അതും. അപ്പം അവിടേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ പോവുകയും ചെയ്യാം. പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഓതുക. അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്തവർക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ. കല്യാണം ശരിയായില്ല, മോൻ്റെ കല്യാണം ശരിയാവുന്നില്ല, മോളെ കല്യാണം ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അവിടെ വരുന്നുണ്ട്. അപ്പം അവരോടൊക്കെ പറയാനുള്ളത്, പോകാൻ കഴിയുന്നവരവിടേക്ക് പോവുക. അവിടെ പോയിട്ട് പട്ടോ തുണിയൊക്കെ യാറ മൂടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ 41 ദിവസം തുടർച്ചയായിട്ട് ഓതി നോക്കുക. അപ്പോൾ ഫലം കിട്ടും നിങ്ങൾക്ക് ഉറപ്പ്. 41 ദിവസം ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫലം അനുഭവിച്ചറിയാം. ഞാൻ എൻ്റെ കാര്യത്തിന് ഈ പറഞ്ഞ അന്ന് ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ ഒരു കാര്യം. പ്രയാസം പ്രശ്നം വരുന്ന സമയത്തൊക്കെ ഈ ഒരു രൂപത്തിൽ ഇവിടത്തേക്ക് മനസ്സ് വെച്ചുകൊണ്ട് ഓതി നോക്കൂ, തീർച്ചയായിട്ടും ഫലം കിട്ടും, ഉറപ്പാണ് എന്ന്. അതുപോലെ ഓരോ കാര്യത്തിന് ഓരോരോ നേർച്ച വെക്കാറുണ്ട് അവിടെ പോകുന്നവർക്ക്. ഉസ്താദ്മാരോട് ചോദിച്ചാൽ അവിടെ ഉസ്താദ്മാരുണ്ടാവും, അവർ പറഞ്ഞു തരും എന്ത് കാര്യമാണ്. നിങ്ങളെ പ്രയാസം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രയാസമല്ലേ, അപ്പോൾ പറയുന്ന സമയത്ത് അവർ പറഞ്ഞു തരും, ഇന്ന കാര്യം ചെയ്തോളൂ,
നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ വീണ്ടും വരണമെങ്കിൽ ഇത് ചെയ്തിട്ട് വീണ്ടും വന്നോളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ രൂപത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ പോകണമെന്നൊന്നുമില്ല. 41 ദിവസം വീട്ടിലിരുന്ന് ഫാത്തിയ 11 എണ്ണം, യാസീൻ 1, സ്വലാത്ത് 11 ഈ ഒരു രൂപത്തിൽ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ഫലം കിട്ടും, ഉറപ്പാണ്. ഈ ഒരു രൂപത്തിൽ ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, അതുപോലെ അങ്ങോട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ വഴി നിങ്ങളെവിടെയാണ് സ്ഥലം എന്ന് പറയണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പോവേണ്ട അങ്ങോട്ട് എത്താനുള്ള വഴി പറഞ്ഞു തരാൻ കഴിയുള്ളൂ. നിങ്ങളെവിടെയാണ് ഉള്ളത്, നിങ്ങളെ സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തന്നാലല്ലേ അങ്ങോട്ടേക്ക് നിങ്ങൾ ഏത് ഭാഗത്തൂടെ പോവേണ്ടത് എന്ന് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. അപ്പം അതൊക്കെ പോകാൻ ഉള്ളവർ കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ. അല്ലാത്തവർ ഇനി പോകാൻ കഴിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. ഈ പറഞ്ഞ രീതിയിൽ ഫാത്തിയയും യാസീനും സ്വലാത്തും ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഓതി തീർക്കുക, എന്നാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. ഓതുന്ന സമയത്ത് സംസാരിക്കാതെ ഓതാനും നോക്കട്ടോ. ഹലാലായ കാര്യത്തിന്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതേ രൂപത്തിൽ ചെയ്തു നോക്കി, നിങ്ങൾക്ക് ഉത്തരം കിട്ടി. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ അവിടത്തേക്ക് മനസ്സിൽ നിങ്ങളെ ഉദ്ദേശം വെച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ ഓതാൻ കഴിയുന്നതാണ്, ഉത്തരം കിട്ടുന്നതാണ്. ഇതേ രൂപത്തിൽ വീണ്ടും ഓതി നോക്കുക. ഞാൻ 2-3-4 തവണകളായിട്ട് ഇതേ ഒരു രൂപത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഒരുപാട് പ്രയാസവും പ്രശ്നവും പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ 1-2 വീഡിയോ ഞാൻ ചെയ്തതാണ്. അതുപോലെ തന്നെ മടവൂർ മക്കാമിനെ കുറിച്ചിട്ടും 2-3 വീഡിയോ ഞാൻ ചെയ്തതാണ്. അതൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയ അത്ഭുതമായ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു അത്ഭുതമല്ലേ, ഇത്ര പെട്ടെന്ന് എൻ്റെ കാര്യം നടന്നോ എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കി, നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ചെയ്യാൻ, എന്നാലേ ഇതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയും പറഞ്ഞു പോയ വീഡിയോ ലെങ്തായി പോവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.